പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിലുണ്ടെന്ന് സുരക്ഷാ സേന. പ്രത്യേക ദൗത്യ സംഘം പ്രദേശം വളഞ്ഞു. ഭീകരരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പ്. ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുമുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിൽ ഉണ്ട് എന്നുള്ള അനുമാനത്തിൽ സുരക്ഷാ സേനയുടെ പ്രത്യേക ദൗത്യ സംഘം ആ പ്രദേശമാകെ വളഞ്ഞിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീകരരെ പരമാവധി ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണം എന്നാണ് സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കാരണം തെളിവുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെതിരായ കൂടുതൽ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ഇവരെ നമുക്ക് ജീവനോടെ കിട്ടിയേ മതിയാകുകയുള്ളൂ. അതിനുള്ള ഒരു ദൗത്യത്തിൽ തന്നെയാണോ, അതിനുള്ള ശ്രമത്തിൽ തന്നെയാണോ സൈന്യം നീങ്ങുന്നത്? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് കുൽഗാം മലനിരകൾക്ക് താഴെയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ആ വലിയ മലനിരകൾ ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ മലനിരകളാണ് കുൽഗാം മലനിരകൾ. അതിന് വലിയ താഴ്വാരമുണ്ട്. ഇവിടെ എല്ലാം തന്നെ പൂർണ്ണമായൊരു സെർച്ച് ഓപ്പറേഷനിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 22-ാം തീയതി പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരവാദികൾ അവർ ആദ്യം സഞ്ചരിച്ചത് ഈ പെഹൽഗാമിൽ നിന്നും നേരെ അനന്തനാഗിലേക്കായിരുന്നു. അനന്തനാഗിൽ നിന്നും അവർ സഞ്ചരിച്ചത് ത്രാൽ എന്ന് പറയുന്ന മേഖലയിലായിരുന്നു. ത്രാലിൽ അവർ ഒരു ഗ്രാമത്തിലെത്തി ആഹാരം അന്വേഷിച്ചിരുന്നു. തുടർന്ന് ഈ വിവരം ലഭിച്ച രഹസ്യാന്വേഷണ വിഭാഗം അവിടേക്ക് പ്രത്യേക സുരക്ഷാ ദൗത്യസേനയെ അയക്കുകയായിരുന്നു. എന്നാൽ ഈ ദൗത്യസേനയുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിഞ്ഞ ഭീകരവാദികൾ അവിടെ നിന്നും കുൽഗാം മലനിരകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കുൽഗാം മലനിരകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഭീകരരുടെ സാന്നിധ്യം ഇന്ന് ഇപ്പോൾ ഈ കുൽഗാം മലനിരകളിലുണ്ട് എന്ന് വ്യക്തമാക്കി ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ പ്രത്യേക ദൗത്യസംഘം വളഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടേക്ക് കൂടുതൽ സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രത്യേക ദൗത്യസംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അവരെ ജീവനോടുകൂടി പിടികൂടുക എന്നുള്ളത് വളരെ ദുഷ്കരകരമായ ഒരു ദൗത്യമാണ്. എങ്കിൽ തന്നെയും അത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് വ്യക്തമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടുകൂടി പിടികൂടുക അനിവാര്യമാണ്. നേരത്തെ അനന്തനാഗിൽ വെച്ച് ഈ സൈന്യവും ഈ ഭീകരരും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. എന്നാൽ ഇവരുടെ മോസ്റ്റ് മോഡേൺ ആയുധങ്ങളടക്കമുണ്ട്. മാത്രമല്ല ചൈന നിർമ്മിതമായ ആയുധങ്ങളാണിത്. ഒപ്പം തന്നെ സാറ്റലൈറ്റ് ഫോണുകളുണ്ട്, നാവിഗേഷൻ എക്യുപ്മെൻസുകളുണ്ട്. ഇവർക്ക് ദിശ കാണിക്കുവാനുള്ള ചൈന നിർമ്മിത പ്രത്യേക ഉപകരണങ്ങൾ ഇവരുടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ട്രേസ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും ഇവരെ ജീവനോടുകൂടി പിടികൂടുക എന്നുള്ളതാണ് ഈ ദൗത്യസംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ വധിക്കുവാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ ഏറ്റുമുട്ടൽ ഉണ്ടായ സ്ഥലത്ത്, അതായത് ഈ അനന്തനാഗ് ജില്ലയിലെ മലനിരകളിൽ ഈ സൈന്യവുമായി പ്രത്യേക ദൗത്യസംഘവുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അവരെ വധിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേക ദൗത്യസംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ അത് ഒരു വലിയ തിരിച്ചടി ഒരുപക്ഷെ ഭാരതത്തിന് ഉണ്ടാക്കുമെന്ന് കരുതിക്കൊണ്ട് ഇവരെ ജീവനോടുകൂടി പിടികൂടാൻ തന്നെയാണ് ഈ ദൗത്യസംഘത്തിൻ്റെ ശ്രമം. രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച സെർച്ചിങ് നടപടികളാണ്. രാവിലെ മുതൽ തന്നെ ഈ സംഘത്തോടൊപ്പം ജനൻ TV സംഘവുമുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് പുറത്തുവിടാൻ സാധിക്കില്ല. പ്രത്യേക മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ഉത്തരവുണ്ട്. അങ്ങനെ സൈനിക ഓപ്പറേഷനുകളൊന്നും തന്നെ പുറത്തുവിടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയാത്തത്. ഏതായാലും സൈന്യം സഞ്ചരിച്ച, അല്ലെങ്കിൽ ഈ പ്രത്യേക ദൗത്യസംഘം സഞ്ചരിച്ച വഴി പോലും നമ്മൾ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കും. ഇവരെ ജീവനോടുകൂടി പിടികൂടാൻ തന്നെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ അതിർത്തി മേഖലകളിൽ കാര്യമായ രീതിയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തമാകുന്നത്. ഇപ്പോഴും അത്തരമൊരു സംഘർഷഭരിതമായ സാഹചര്യമാണ്. ഇന്നലെ രാത്രിയിൽ നൌഷാര, അതേപോലെ തന്നെ സുന്ദർബനി, അഖ്നൂർ സെക്ടറുകളിൽ വലിയ രീതിയിലുള്ള വെടിവെപ്പുണ്ടായിരുന്നു. നിയന്ത്രണ രേഖയിലേക്ക് പാക് റേഞ്ചേഴ്സ്, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന പ്രത്യേക സംഘം BSFൻ്റെ പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തിരുന്നു. ഇത് ശക്തമായ നാണയത്തിൽ തന്നെയാണ് BSF ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. മാത്രമല്ല ചെറിയ തോക്കുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ വെടിയുതിർക്കുമ്പോൾ BSF ശക്തമായ രീതിയിൽ വലിയ തോക്കുകൾ, യന്ത്രത്തോക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രിയിലും ഇത്തരം ഈ നിയന്ത്രണ രേഖയിലേക്ക് ഫയറിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 51 തവണയാണ് ഇതിനോടകം ഈ നിയന്ത്രണ രേഖയിലേക്ക് വെടിനിർത്തൽ
കരാറുകൾ ലംഘിച്ചുകൊണ്ട് പാക് റേഞ്ചേഴ്സ് വെടിയുതിർത്തത് ശക്തമായി തന്നെ ആ ദിവസങ്ങളിലൊക്കെ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ആർക്കും പരിക്കുകളില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. നമ്മളിപ്പോഴും ആ ദൗത്യ സംഘത്തിനോടൊപ്പം കുൽഗാം മലനിരകളിലാണ് ഉള്ളത്. ഏതെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് ഉടൻ തന്നെ ജനം ടിവിയിലൂടെ പ്രേക്ഷകർക്ക് വ്യക്തമാക്കുന്നതാണ് രോഹിണി. അതെ, തീർച്ചയായും കുൽഗാം മലനിരകളിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് എസ് നന്ദഗോപൻ നമുക്കായി നൽകിക്കൊണ്ടിരുന്നത്.